UAE ഫുജൈറ ഓയിൽ ടെർമിനലിൽ വലിയൊരു ആക്രമണം നടക്കുമ്പോൾ തൊട്ടടുത്ത് നിന്നും 80,800 ടൺ ക്രൂഡ് ഓയിലുമായി ഇന്ത്യയുടെ സ്വന്തം കപ്പൽ സുരക്ഷിതമായി യാത്ര തിരിച്ചു. എല്ലാം സംഭവിച്ചത് നിമിഷങ്ങൾക്കുള്ളിൽ. പശ്ചിമേഷ്യ യുദ്ധത്തീയിലെരിയുമ്പോഴും ഇന്ത്യ സ്വന്തം പൗരന്മാരെയും രാജ്യത്തിന്റെയും സമ്പദ് വ്യവസ്ഥയും കാക്കുന്നത് ഇങ്ങനെയാണ്. ജെക് ലാഡ്കി എന്ന ഇന്ത്യൻ ക്രൂഡ് ടാങ്കറാണ് വൻ ആക്രമണത്തിനിടയിലും ഫുജൈറയിൽ നിന്നും വിജയകരമായി പുറപ്പെട്ടത്. മാർച്ച് 14 നടന്ന ആക്രമണത്തെ അതിജീവിച്ച് ഞായറാഴ്ച രാവിലെ 10:30 ഈ കപ്പൽ ഇന്ത്യയിലേക്ക് തിരിച്ചതെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. ജെക് ലാഡ്കി മാത്രമല്ല, മറ്റ് ഇന്ത്യൻ കപ്പലുകളായ ശിവാലിക്, നന്ദാദേവി, ജെക് പ്രകാശ് എന്നിവയും സംഘർഷ മേഖലയായ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി പിന്നിട്ടിട്ടുണ്ട്. സംഘർഷത്തെ തുടർന്ന് കടലിടുക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കുടുങ്ങിയ 24 കപ്പലുകളിൽ ഉൾപ്പെട്ടവയായിരുന്നു ഇവ. കിഴക്ക് ഭാഗത്ത് മറ്റു 4 കപ്പലുകളും കുടുങ്ങിയിരുന്നു. ശനിയാഴ്ച ഏകദേശം 92,712 ടൺ LPGയുമായി ഹോർമൂസ് കടലിടുക്ക് കടന്ന ശിവാലിക് മാർച്ച് 16 ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തും നന്ദാദേവി മാർച്ച് 17 കാണ്ഡല തുറമുഖത്തും എത്തും. ഇതിനു പുറമെ വെള്ളിയാഴ്ച ഒമാനിലെ സൊഹാറയിൽ നിന്നും ടാൻസാനിയയിലെ ടാങ്കയിൽ നിന്നും ഗ്യാസോലിനുമായി തിരിച്ച ഗംഗ് പ്രകാശും സുരക്ഷിതമായി യാത്ര തുടരുന്നു. മാർച്ച് 21 ലക്ഷ്യസ്ഥാനത്തെത്തും. നിലവിൽ പേർഷ്യൻ ഗൾഫിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് 611 ഇന്ത്യൻ നാവികരുമായി 22 ഇന്ത്യൻ കപ്പലുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിലും നാവികരെല്ലാം സുരക്ഷിതരാണെന്നും സമുദ്ര ഗതാഗതം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സർക്കാർ വ്യക്തമാക്കി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു ചരക്ക് നീക്കമല്ല, രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയുടെ ജീവനാഡിയാണ്. നമ്മുടെ ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ 88%, ഗ്യാസിന്റെ 50%, LPGയുടെ 60% ഇറക്കുമതി ചെയ്യുകയാണ്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം ഹോർമൂസ് വഴിയുള്ള ചരക്ക് നീക്കം വലിയ തോതിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യയുടെ ഊർജ്ജ വിതരണം മുടങ്ങാതിരിക്കാൻ കേന്ദ്ര സർക്കാർ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സമാന്തരമായി എണ്ണ എത്തിക്കുന്നുണ്ട്. ഒപ്പം ഹോർമൂസ് ഇതര സമുദ്രപാതകളിലൂടെ 40 രാജ്യങ്ങളിൽ നിന്നും ക്രൂഡ് ഇറക്കുമതി നടത്തിവരുന്നു. ഒപ്പം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ നേതൃത്വത്തിൽ ഇതുവരെ 276 ഇന്ത്യൻ നാവികരെ ഗൾഫിൽ നിന്നും സർക്കാർ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ ഒരു വശത്ത് കേന്ദ്ര സർക്കാർ സ്വന്തം പൗരന്മാരെയും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയും കാക്കുമ്പോൾ, മറുവശത്ത് ചില ദേശവിരുദ്ധ ശക്തികൾ ഈ പ്രതിസന്ധിയെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയാണ്. ഇറാനും IRGCക്കും പ്രതിരോധ സഹായം നൽകണമെന്നും ഇറാനോട് ഔദ്യോഗികമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നുമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്രത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. എന്നാൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് യാതൊരു പങ്കുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന 1 കോടിയോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ജീവനും സുരക്ഷയുമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണന. യുദ്ധത്തിന്റെ ആദ്യ ദിവസം മുതൽ ഗൾഫ് മേഖലകൾക്ക് നേരെ ഇറാന്റെ ആക്രമണ ഭീഷണിയുണ്ട്. സ്വന്തം പൗരന്മാർ അവിടെ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അമേരിക്കയോ ഇസ്രയേലിനെയോ ഔദ്യോഗികമായി അപലപിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയും ഇസ്രയേലും ഇറാനും ഒരുപോലെ തന്നെ ആവശ്യമുള്ള രാജ്യങ്ങളാണ്. ആഗോള സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് എക്കാലത്തും നിഷ്പക്ഷവും ഉറച്ചതുമാണ്. വിദേശ നയത്തിൽ രാജ്യത്തിന് ഒരേ ഒരു പക്ഷമേ ഉള്ളൂ, അത് ഇന്ത്യയുടെ പക്ഷമാണ്. 1 കോടി പ്രവാസികളുടെ സുരക്ഷയും രാജ്യത്തിന്റെ താല്പര്യങ്ങളുമാണ് സർക്കാരിന് വലുത്, അല്ലാതെ ചിലരുടെ സങ്കുചിത രാഷ്ട്രീയമല്ല. തീമഴ പെയ്യുന്ന ഫുജൈറയിൽ നിന്നുള്ള ജെക് ലാഡ്കിയുടെ സുരക്ഷിതമായ മടക്കം അടിവരയിടുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത ഇന്ത്യയുടെ ഈ നയതന്ത്ര കരുത്തിനെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.